എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് താറാവ് വരട്ടിയതാണ്, അഥവാ താറാവ് റോസ്റ്റ്. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് എടുക്കാം. അപ്പൊ നമുക്ക് താറാവ് റോസ്റ്റ് അഥവാ താറാവ് വരട്ടിയത് തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കിലോ താറാവ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഉപ്പും വിനാഗിരിയും ചേർത്ത് കഴുകിയെടുത്തതാണ്. ഇപ്പൊ താറാവാകുമ്പോ അതിന് ചെറിയൊരു മണം ഉണ്ടാവുമല്ലോ, അപ്പൊ അത് പോവാൻ വേണ്ടിയിട്ടാണ് ഉപ്പും വിനാഗിരിയും ചേർത്ത് കുറച്ച് സമയം, ഒരു അരമണിക്കൂറൊക്കെ വെക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനുശേഷം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർക്കാം. ഞാനിതിലേക്ക് ഒരു 2-3 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കൈവച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോ ഞാൻ എടുത്തിരിക്കുന്ന താറാവ് സ്കിന്നോട് കൂടിയതാണ്. സ്കിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ താറാവിന്റെ മീറ്റ് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. സ്കിന്ന് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിൻ എടുക്കണ്ട. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിനി കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ. ഇനി നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി അരമണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ പ്രഷർ കുക്കറിലല്ല വേവിക്കണത്. പ്രഷർ കുക്കറിലാണ് വേവിക്കണമെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ കൊടുക്കാം. അതിനുശേഷം പ്രഷർ കംപ്ലീറ്റ് പോയതിനു ശേഷം തുറന്ന് നമുക്ക് പിന്നെ ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം. ഇതിലേക്ക് ഞാനിനി 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണത്. ഇത് വേവാൻ ആവശ്യത്തിനുള്ളത്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒരുപാട് വേണ്ട, ഇത് വേവാൻ ആവശ്യത്തിന് മാത്രം മതി. ഈ താറാവിന്റെ ഇറച്ചി നന്നായിട്ട് വെന്ത് ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം. ആ ഒരു രീതിയിൽ നമ്മളിത് വേവിച്ചെടുക്കണം. ഇതിനെ അടച്ചു വെച്ചാണ് ഞാൻ വേവിച്ചെടുക്കണത്. ഞാനിത് അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രോയിലർ താറാവാണ്. അപ്പോൾ സാധാരണ നാടൻ താറാവൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വേവിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ നാടൻ താറാവാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ വേവിക്കേണ്ടി വരും. പ്രഷർ കുക്കറിലൊക്കെ വേവിക്കേണ്ടി വരും, പെട്ടെന്ന് തന്നെ വെന്ത് വരണമെന്നുണ്ടെങ്കിൽ. താറാവ് വേവണ സമയം കൊണ്ട് നമുക്ക് സവാളയ്ക്കൊന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ കറി ആകുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. ഇപ്പൊ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഞാനിനി ഇതിലേക്ക് സവാള മുറിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോ ഇതിന് വേണ്ടിയിട്ട് 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ. ഇതിലേക്ക് നമുക്കൊരു 3-4 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഈ സവാള ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു 20 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 3 പച്ചമുളകാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ താറാവ് കുറച്ചും കൂടി ടേസ്റ്റി ആവും.
ഏത് നോൺ വെജ് തയ്യാറാക്കുമ്പോഴും ചെറിയുള്ളി ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് തന്നെയാവും. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 20 ചെറിയുള്ളിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തത് കാന്താരി മുളകാണ്. ഏത് മുളക് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇളക്കി കൊടുക്കുക, കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. ഞാൻ ഇതിലേക്ക് കുറച്ച് നാളികേരക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാളികേരക്കൊത്ത് നിങ്ങൾക്ക് സവോള ചേർക്കുന്നതിന് മുമ്പ് ആദ്യം ചേർത്ത് വഴറ്റിയെടുക്കാം. ഇപ്പം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ കൂടെ കിടന്നൊന്ന് ഫ്രൈ ആയി വന്നോളും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ 1/2 കപ്പാണ് നാളികേരക്കൊത്ത് എടുത്തിരിക്കുന്നത്. ഇപ്പം ഈ സവാള ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡായിട്ട് മാറിയിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ടൊന്ന് മാറി വരട്ടെ. ഇപ്പം ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തക്കാളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ചെറിയ തക്കാളിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി എടുക്കുക. ഇനി തക്കാളി നന്നായിട്ട് വെന്ത് വരണവരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം ഈ തക്കാളി നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച താറാവിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ താറാവ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇപ്പം ഈ കാണുന്നത് നെയ്യാണ് ഇതിൻ്റെ. ഞാനിനി ഇതിലേക്ക് സവാള വഴറ്റിയത് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ച് സമയം ഇതിൽ തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വന്നോട്ടെ. നമ്മൾ ഈ സവാള വഴറ്റിയിൽ ചേർത്ത് കൊടുത്ത എല്ലാ മസാലകളും ഈ താറാവിൻ്റെ കഷ്ണങ്ങളിൽ നന്നായിട്ട് തന്നെ പിടിക്കണം. ഞാനിതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. ഇപ്പം ഞാനിത് നന്നായിട്ട് തന്നെ വരട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള താറാവ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിമിഷാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം.